എല്ലാവർക്കും ഓശാനയുടെ ആശംസകൾ നേരുന്നു. ഇനി അടുത്ത് നമ്മൾ പെസഹയിലേക്ക് കിടക്കുകയാണ്. പുളിപ്പില്ലാത്തപ്പത്തിൻ്റെയും പാലുകാച്ചിലിൻ്റെയും ദിനങ്ങളാണ്. നമ്മളിൽ എല്ലാവർക്കും തന്നെയും പെസഹ അപ്പം ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. എല്ലാവർക്കും അറിയാമായിരിക്കും. ആരെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. ഈ പെസഹ എല്ലാവരും ആഘോഷപൂർവ്വം തന്നെ ഇതൊക്കെ ചെയ്ത് ആഘോഷിക്കണം. ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ അളവിന് ഉഴുന്നെടുക്കുവാണ്. അത്രയും തന്നെ ഉഴുന്നുമെടുത്തു. അരിയും ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് അത് കഴുകി വെക്കുകയാണ്. ഏകദേശം ഒരു 4-5 മണിക്കൂർ അത് വെള്ളത്തിലിതൊന്ന് കുതിർക്കണം. ഇതാ ഉലുവയും അരിയും നമ്മൾ വെള്ളത്തിലിട്ടിരുന്നത് ഏകദേശം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. 4-5 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലിട്ട് പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അരിയും ഉഴുന്നും അരച്ചത് നമ്മളെടുത്തു. അരച്ചു കഴിഞ്ഞു. അത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് പുളിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പുളിപ്പില്ലാത്തപ്പമല്ലേ പെസഹപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുളിക്കാതിരിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. പെസഹപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് തൂത്ത് പിടിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ മാവ് ഒഴിക്കും. ഇതിലേക്ക് നമ്മളിനി മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം പുഴുങ്ങാനുള്ള ചെമ്പ് നമ്മൾ വെള്ളം വെച്ചു. അത് തിളച്ചു. അതിലേക്ക് നമ്മളിനി ഓശാന ഞായറാഴ്ച വെഞ്ചരിച്ച് കിട്ടിയ കുരുത്തോല വെച്ച് ഒരു കുരിശുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളത് ഈ മാവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചെമ്പിലേക്ക് വയ്ക്കുകയാണ്. നമ്മുടെ പെസഹപ്പം റെഡിയായോ എന്ന് നോക്കാം. ഓക്കെ, പാകമായിട്ടുണ്ട്. നമ്മൾ ഇത് പെസഹയ്ക്ക് പാല് കാച്ചുന്ന വിധമാണ് പറയുന്നത്. ഇത് നമ്മൾ അരമുറി തേങ്ങയാണ് എടുത്തത്. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അരമുറി തേങ്ങയാണ് എടുത്തത്. അതിൻ്റെ തലപ്പാൽ വളരെ വെള്ളം കുറച്ചെടുത്തിട്ട് തലപ്പാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. ഇത് അതിന് ശേഷമുള്ള പാലാണ്. ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതിൻ്റെ കുറച്ച് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കണം. മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഈ പാലിലേക്ക് വേണ്ട ഏലക്കയും ചുക്കുമാണിത്. അത് വളരെ കുറച്ച് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യത്തിന് മാത്രം മതി. വളരെ കുറച്ച് സാധനം എടുത്തിരിക്കുന്നുണ്ട്. കുറച്ച് മതി. ഒരു ഏകദേശം 10 ഏലക്കയോളം എടുത്തിട്ടുണ്ട്. ശകലം ചുക്കും. ഇത് നമുക്കിനി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് പാലിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം ഏലക്കയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുക്കും പൊടിച്ച് വെച്ചിട്ടുണ്ട്. 2 പഴം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. 2 വളരെ കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ട് 2 പഴം മതി. പിന്നീട് നമ്മൾ 2 റസ്ക് എടുത്തിട്ടുണ്ട്. അത് പൊടിച്ച് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് പൊടിക്കാൻ പോകുന്നു. റസ്ക് ഒരു ചെറിയ തരിതരിപ്പോടെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. തീരെ നൈസായിട്ട് പൊടിയാൻ പാടില്ല. അല്പം തരി വേണം അതിന്. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് പാല് കാച്ചാൻ തുടങ്ങുകയാണ്. ശർക്കരയും തേങ്ങാപ്പാലുമാണ് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് ഇത് നന്നായിട്ട് ചൂടാകണം. എടപ്പാലും ശർക്കരയുമാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇതിനകത്ത് ആക്കിയിരിക്കുന്നത്. അത് നന്നായി ചൂടായതിന് ശേഷമാണ് നമ്മളിനി പഴം ഇടുന്നത്. ഇതായത് നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് തിളച്ച് തൂകാൻ പാടില്ല. അപ്പോൾ പഴം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൊട്ടിപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. അതിൻ്റെ ഒത്തിരി കൊഴുപ്പ് ഇല്ലാത്ത സാധനമാണ് പാല്. ഒത്തിരി കൊഴുപ്പുണ്ടാവണ്ട. കൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. അടുത്തതായിട്ട് നമുക്ക് ചുക്കും ഏലക്കായും പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തലപ്പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇത് തീയുടെ ആവശ്യമില്ല. ഇത് ഓഫ് ചെയ്യുകയാണ്, സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. കുരിശ് എൻ്റെ മീതേക്ക് കുരിശിടുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പള്ളിയിൽ നിന്നും ഓശാന ഞായറാഴ്ച വെഞ്ചരിച്ചിട്ട് കുരിശ് ഇതിലേക്കിടാം. നമ്മുടെ പെസഹാപ്പാൽ റെഡി. അപ്പോൾ നമ്മുടെ പെസഹാപ്പം പുളിപ്പില്ലാത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്. സൂപ്പർ. ഈ പെസഹാപ്പം പാലുണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ. ഇനി അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുതും. ഈ പെസഹായ്ക്ക് എല്ലാവരും ഈ പുളിപ്പില്ലാത്തപ്പം ഉണ്ടാക്കണം. അപ്പോൾ പെസഹാപ്പവും പാല് കാച്ചുന്നതും എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടു കാണുമല്ലോ. എല്ലാവരും ഇത് ചെയ്യണം. അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ആരും ഇത് ചെയ്യാതിരിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട്